ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഗുരുതരമായി ബാധിക്കുകയും അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ബി.ജെ.പിക്ക് ഗുണകരമാകാനും പോകുന്ന മണ്ഡല പുനർനിർണയത്തിനെതിരെയുള്ള പ്രതിഷേധം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉയർന്നു കേൾക്കുകയാണ്. മണ്ഡല പുനർനിർണയത്തിന് ഭരണഘടനാ ഭേദഗതിയിലൂടെ നിശ്ചയിച്ച സമയപരിധിയായ 2026 വരെ സെൻസസ് നീട്ടിക്കൊണ്ടുപോകാൻ മനഃപൂർവ്വം സർക്കാർ ശ്രമിക്കുന്നുവെന്ന് തോന്നാൻ നിരവധി കാരണങ്ങൾ അവശേഷിപ്പിക്കുന്നു. ലോക്സഭയ്ക്കും നിയമസഭയ്ക്കുമായി സംസ്ഥാനങ്ങളുടെ പ്രാദേശിക മണ്ഡലങ്ങളുടെ എണ്ണവും അതിർത്തിയും നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് മണ്ഡല പുനർനിർണയം. ഭരണഘടനയിലെ 82, 170 അനുച്ഛേദ പ്രകാരം ഓരോ സെൻസസിന് ശേഷവും ലോക്സഭയിലെയും നിയമസഭയിലെയും സീറ്റുകളുടെയും പ്രാദേശിക മണ്ഡലങ്ങളുടെയും എണ്ണം പുനഃക്രമീകരിക്കണം. പാർലമെന്റ് നിയമപ്രകാരം ഡിലിമിറ്റേഷൻ കമ്മീഷനാണ് മണ്ഡല പുനർനിർണയം സംബന്ധിച്ച കാര്യങ്ങൾ നടത്തുന്നത്. ഇതനുസരിച്ച് 1951, 1961, 1971 വർഷങ്ങളിലെ സെൻസസിന് ശേഷമുള്ള മണ്ഡല പുനർനിർണയം നടക്കുകയും യഥാക്രമം 494, 522, 543 എന്നിങ്ങനെ ലോക്സഭാ സീറ്റുകൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ ചെയ്തത് കേന്ദ്രത്തിനൊരു തിരിച്ചടിയായി. കൂടുതൽ ജനസംഖ്യയുള്ളിടത്ത് കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നതിനാൽ സീറ്റുകൾക്ക് വേണ്ടി സംസ്ഥാനങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു കാരണം. ഇത് കേന്ദ്രത്തിന്റെ ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികൾക്ക് വില്ലനായതോടെ 1971 സെൻസസോടെ മണ്ഡല പുനഃക്രമീകരണം മരവിപ്പിച്ചു. ജനസംഖ്യയുടെ അനുപാതത്തിൽ 2 തരത്തിൽ മണ്ഡല പുനർനിർണയം നടത്താൻ സാധിക്കും. ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 543 തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാം. അങ്ങനെ ചെയ്താൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 129 നിന്ന് 103 തമിഴ്നാട്, ആന്ധ്ര, കേരള, തെലങ്കാന എന്നീ 4 സംസ്ഥാനങ്ങളിലെയും ആകെ 129 സീറ്റ് 103 കുറയും. അല്ലെങ്കിൽ ജനസംഖ്യ വർധനവിനനുസരിച്ച് ആകെ മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 800 മുകളിലാകും. ഇങ്ങനെയായാൽ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മണ്ഡലങ്ങൾ വർദ്ധിക്കുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾ അതേപടി നിലനിൽക്കുകയും ചെയ്യും. ദക്ഷിണേന്ത്യയുടേത് കുറയ്ക്കാതെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തിയാൽ നിലവിൽ 543-ൽ 129 എന്നത് 888-ൽ 129 എന്ന നിലയിലേക്ക് മാറും. അതായത് ലോക്സഭയിലെ ദക്ഷിണേന്ത്യൻ പ്രാതിനിധ്യം 29.76% നിന്ന് 14.53% കുറയും. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നുമില്ല. ഈ കണക്കുകൾ മനസ്സിലുള്ളതുകൊണ്ടാകാം മണ്ഡല പുനർനിർണയം കൂടി കണ്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരം പണിതപ്പോൾ ലോക്സഭയിൽ 888 സീറ്റുകൾ ഒരുക്കിയതെന്നും അടക്കം പറച്ചിലുകളുണ്ട്. ഈ കേന്ദ്ര നിലപാടുകൾക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് തമിഴ്നാടാണ്. മണ്ഡല പുനർനിർണയത്തിന് താനും തന്റെ പാർട്ടിയും എതിരല്ലെന്ന് സ്റ്റാലിൻ പറയുന്നുണ്ട്. എന്നാൽ സ്വന്തം ഉത്തരവാദിത്തം നിർവഹിച്ച് രാജ്യപുരോഗതിക്ക് യത്നിച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കാനുള്ള ആയുധമാക്കി അതിനെ മാറ്റരുതെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മണ്ഡല പുനർനിർണയം പുതിയ സെൻസസ് ആധാരമാക്കി ജനസംഖ്യ ആനുപാതികമായി നടപ്പാക്കിയാൽ അതുവഴി ഉണ്ടാകുന്ന അസന്തുലിതത്വവും പ്രത്യാഘാതങ്ങളും കാലങ്ങളോളം നീണ്ടു നിൽക്കും. മണ്ഡല പുനർനിർണയം സംസ്ഥാനങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാളാണെന്ന് മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം നേരത്തെ പരാമർശിച്ചിരുന്നു. സ്റ്റാലിന്റെ പാത പിന്തുടർന്ന് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും പ്രതിഷേധവുമായി എത്താൻ ഇടയുണ്ട്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായുള്ള യോഗം ഈ മാസം 22-ന് ചെന്നൈയിൽ സ്റ്റാലിൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പശ്ചിമബംഗാൾ, ഒഡീഷ, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും പ്രധാന പാർട്ടികൾക്കുമാണ് യോഗത്തിലേക്കുള്ള ക്ഷണം. സംയുക്ത സമിതി രൂപീകരിച്ച് മണ്ഡല പുനർനിർണയത്തിനെതിരെ പോരാടാനാണ് ശ്രമം. കേരളത്തിൽ നിന്ന് CPM, കോൺഗ്രസ്, കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികൾക്കൊപ്പം ബി.ജെ.പിക്കും ക്ഷണമുണ്ട്. ബി.ജെ.പിയുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വിത്തുപാകാൻ അനുവാദം നൽകിയാൽ അത് തഴച്ചു വളർന്ന് ദക്ഷിണേന്ത്യയെ വിഴുങ്ങുമെന്നതിൽ സംശയമില്ലാത്തതിനാലാണ് ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങളിലേക്ക് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ നീങ്ങുന്നതെന്ന് കരുതാം.